ഈ സീസണിൽ കർത്താവ് എന്നോട് പേഴ്സണലി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളിൽ ദാവീദ് ഇടയ്ക്കിടയ്ക്ക് സ്വന്തം മനസ്സിനോട് പറയാം, മനമേ നീ സ്വസ്ഥമായിരിക്കുക, കൂരിരുൾ പാതയിൽ മരണത്തിൻ്റെ താഴ്വരയിൽ നീ നടന്നാലും നീ സ്വസ്ഥമായിരിക്കുക. കാരണം വേറെ ഒന്നിനും നമുക്ക് സ്വസ്ഥത ഈ സമയത്ത് തരാൻ പറ്റത്തില്ല. മറ്റൊന്നിനാലും നീ സ്വസ്ഥമാകില്ല. കൂരിരുൾ പാതയിലും മരണത്തിൻ്റെ താഴ്വരയിലും നീ സ്വസ്ഥമായിരിക്കുക. ശിഷ്യന്മാർ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മുക്കുവന്മാരെല്ലാം കൂടെ ആ ബോട്ടിലിങ്ങനെ തിരമാലകൾ തള്ളിക്കയറിയെന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ നടുവിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫിഷർമാൻ എല്ലാം അവരുടെ കംപ്ലീറ്റ് കൺട്രോളും പോയി മരിക്കാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് യേശു അതിൻ്റെ നടുവിൽ കിടന്നുറങ്ങും. അപ്പോൾ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മിറക്കിൾ എന്ന് നമ്മൾ പറയുന്നത് യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയതാണ്. പക്ഷെ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായ ഒരു മിറക്കിള്, ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത വെറും ഒരു കാർപ്പൻ്ററായിട്ടുള്ള മനുഷ്യൻ പുള്ളി ഇതിൻ്റെ നടുവിൽ കിടന്ന് ഉറങ്ങുക. ഇതിൽ പരം ഒരു അത്ഭുതം വേറെ ഉണ്ടോ? കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യരെല്ലാം കൂടെ കിടന്ന് ഞെട്ടുമ്പോഴത്തേക്കും ഇതിൻ്റെ നടുവിൽ ഒരു മനുഷ്യൻ ഇതിൻ്റെ നടുവിൽ കിടന്ന് ഉറങ്ങുക. ഈ ശിഷ്യന്മാർക്ക് ഈ അത്ഭുതം ഒന്ന് കാണാൻ പറ്റിയായിരുന്നെങ്കിൽ, ഇതിൻ്റെ നടുവിൽ യേശു ഉറങ്ങുവാണെങ്കിൽ എൻ്റെ പൊന്നടാ, യേശുവിൻ്റെ അടുത്തോട്ട് കർത്താവ് ആ തലേണ അങ്ങോട്ട് നീക്കിയിട്ടെ ഞാനും കൂടെ കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറയാൻ പറ്റിയായിരുന്നെങ്കിൽ കേട്ടോ. യേശു എഴുന്നേറ്റ്, ബിക്കോസ് ഹീ ഈസ് നോട്ട് മൂവ്ഡ് ബൈ എനിത്തിങ്, ബിക്കോസ് ഹീ ഈസ് ദി എംബോഡിമെന്റ് ഓഫ് പീസ് ഹിംസെൽഫ്. അവൻ സമാധാനത്തിൻ്റെ ഉറവിടമാണ്. ഹോ, ആ പാസേജിൽ നിന്നാണ് ഈ പാട്ട് പുറത്തു വന്നത്. എൻ മനമേ നീ സ്വസ്ഥമായിരിക്കുക. ബിക്കോസ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് എഫക്റ്റിംഗ് ജീസസ്, ഇറ്റ് ഷുഡ് നോട്ട് എഫക്റ്റ് അസ്. നമ്മൾ ചുറ്റും കാണുന്നതെല്ലാം വളരെയധികം പ്രശ്നത്തിൽ കൂടെ നമ്മൾ കടന്നു പോവുക. പക്ഷെ ഐ വോണ്ട് എൻകറേജ് ചർച്ച്, ഇഫ് ഇറ്റ്സ് നോട്ട് എഫക്റ്റിംഗ് ജീസസ്, ഇറ്റ് ഷുഡ് നോട്ട് എഫക്റ്റ് ദ ചർച്ച്. എൻ മനമേ നീ സ്വസ്ഥമായിരിക്കുക, എൻ മനമേ നീ സ്വസ്ഥമായിരിക്കുക, എൻ മനമേ നീ സ്വസ്ഥമായിരിക്കുക. ഓ എൻ മനമേ നീ സ്വസ്ഥമായിരിക്കുക. കൂരിരുൾ പാതയിൽ നീ സ്വസ്ഥമായിരിക്കുക, മരണത്തിൻ താഴ്വര